ഇത് ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സേഷനകത്ത് ഡയറക്റ്റ് ടാക്സേഷനിലേക്ക് എങ്ങനെ നമുക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്ന ടോപ്പിക്ക്. ഓക്കെ, എന്താണ് വാട്ട് ഈസ് ടാക്സ്? ഏതൊരു നമ്മളെ ലീഗൽ കൺസെപ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് നോക്കണം. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിനകത്ത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ലിറ്ററൽ മീനിങ് എങ്ങനെയാണ് അത് നോക്കിയതിന് ശേഷം ആണ് നമ്മൾ എന്താണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്ററൽ മീനിങ് എന്താണെന്ന് നോക്കാം. ടാക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടാക്സോർ. It means to estimate, approximate or value എന്ന് പറയുന്നതാണ്. ടാക്സോർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. ഇനി ടാക്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ടാക്സ് ഈസ് എ കമ്പൽസറി മോണിറ്ററി കോൺട്രിബ്യൂഷൻ ആൻഡ് ഇമ്പോസ്ഡ് ബൈ ഗവൺമെൻറ് ഫോർ വാട്ട് ടു മീറ്റ് ദ എക്സ്പെൻസസ്. ആർക്കൊക്കെയാണ് ഇത് ബാധകമായിരിക്കുന്നത്? ഇറ്റ് ക്യാൻ ബി imposed, it can be levied from individuals or from organizations. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഫോർ ദ പബ്ലിക് പർപ്പസ്. അതേപോലെ ഇറ്റ് ഹാസ് നോ എന്താണ് സംതിങ് ഫോർ സംതിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. അതായത് ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ഇതിൻ്റെ പേയ്മെൻറ്റ് കൊണ്ട് പേ ചെയ്യുന്ന ആളിന് കിട്ടുന്നില്ല പറ്റുമോ? സോ tax is a compulsory monetary contribution imposed by the government to meet the expenses. ഗവൺമെൻറ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് അവർക്കൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് ഇല്ല എങ്കിൽ കൂടി ഇമ്പോസ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി മാനിഫെസ്റ്റേഷൻ എവിടെയാണ്? സ്റ്റാറ്റ്യൂട്ടിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് സ്റ്റാറ്റ്യൂട്ടിലാണ്? ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 2 സബ് ക്ലോസ് 43 43 പറഞ്ഞിരിക്കുന്നത് അല്ലേ? സെക്ഷൻ 2 ക്ലോസ് 43 അകത്താണ് ടാക്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഡിഫൈൻസ് ടാക്സ് ടു ഇൻക്ലൂഡ് ഇൻകം ടാക്സ് ചാർജബിൾ അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനിഷൻ പറഞ്ഞു, മീനിങ് ലിറ്റിൽ മീനിങ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി മാനിഫെസ്റ്റേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മാനിഫെസ്റ്റേഷൻ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാനിഫെസ്റ്റേഷൻ? ആർട്ടിക്കിൾ 265 കോൺസ്റ്റിറ്റ്യൂഷണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ടാക്സ്. എങ്ങനെയാണത് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? നോ ടാക്സ് ഷാൽ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? അപ്പോൾ ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ലീഗാലിറ്റി ഇൻ ടാക്സേഷനാണ് ഇതൊക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നോ ടാക്സ് ക്യാൻ ബി ഇമ്പോസ്ഡ് വിത്തൗട്ട് ലെജിസ്ലേറ്റീവ് സാങ്ഷൻ എന്നാണ് ഇവിടെ അപേക്ഷിക്കുന്നത്. അപ്പോൾ ഏത് ടാക്സിനെ പറ്റിയുള്ള ഡയറക്റ്റ് ടാക്സേഷനെ പറ്റിയുള്ള ഏതൊരു എസ്സേയിലും ഏതൊരു ഷോർട്ട് ക്വസ്റ്റിനകത്തും ഇതൊക്കെ തന്നെ പറയാം. മീനിങ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി മാനിഫെസ്റ്റേഷൻ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ മാനിഫെസ്റ്റേഷൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കാം. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ബൈ കോമ്പിറ്റൻറ്റ് അതോറിറ്റി, ദാറ്റ് ഈസ് ഗവൺമെൻറ്. The authority is derived from the constitution. അതേപോലെ ഇതൊരു കമ്പൽസറി പേയ്മെൻ്റ് ആണ്. നോൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പണിഷബിളാണ്. ഇതിന് ഒരു മൂന്നാമത്തെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ക്വിഡ് പ്രോക്കോ എലമെൻ്റ് എന്ന് പറയാം. ടാക്സ് പേർക്ക് ഡയറക്റ്റായിട്ടൊരു സ്പെസിഫിക് റിട്ടേൺ, ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഇത് എസെൻഷ്യലി പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്, ജനറേറ്റിംഗ് റവന്യൂവിന് വേണ്ടിയിട്ടാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഇതൊരു നാഷണൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പോളിസിക്കകത്ത് വരുന്ന ഒരു സാധനമാണ്.
ഇതിൽ നിന്ന് ഇവേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. ഇതൊരു വോളണ്ടറി കോൺട്രിബ്യൂഷൻ അല്ല. ഇത്രയാണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു, സെക്കൻഡ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ് ടാക്സ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്? ഇതിനിടയ്ക്ക് പറഞ്ഞു റവന്യൂ ജനറേഷനാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് പബ്ലിക് എക്സ്ചെക്കർ പൊതു ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതാണ് ഈ റവന്യൂ ജനറേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ഇനി അടുത്തതെന്ന് പറയുന്നത് വെൽത്ത് ഈക്വലി റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളത് വേറൊരു ഒബ്ജക്റ്റീവാണ്. ഹൈ ഇൻകം ഗ്രൂപ്പിൽ ഇപ്പോൾ 15 ഓൾഡ് ടാക്സേഷൻ ഓൾഡ് റെഷീമിനകത്ത് 15 lakhsന് മുകളിൽ ആണ് എന്നുണ്ടെങ്കിൽ 30% ടാക്സ് കമ്പൽസറി ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണെന്ന് പറഞ്ഞു. ഇനിയും ഒരു ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ റിസഷനോ ഡിപ്രഷനോ ഫിനാൻഷ്യൽ റിസഷനൊക്കെയുള്ള സമയത്ത് ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ എന്നുള്ളത് അടുത്ത ഒബ്ജക്റ്റീവായിട്ട് പറയാം. ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ ഡ്യൂറിങ് ഫിനാൻഷ്യൽ റിസഷൻ അല്ലെങ്കിൽ ഇൻഫ്ലേഷനുള്ള സമയത്ത്. പിന്നെ ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട് സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1.5 lakhs വരെ സേവിങ്സ് ഇതിനകത്ത് ടാക്സബിൾ ഇൻകം അസസ് ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് ഇതിനകത്തുനിന്ന് എക്സംഷൻ കിട്ടും. ഇനിയും അതുമല്ല ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രോസ് ഇൻകത്തിനകത്തു നിന്ന് ടാക്സബിൾ ഇൻകം നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഈ രണ്ട് കാര്യങ്ങളും, അതായത് എക്സംപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഉണ്ട്, ലീഗലി ഡിഡക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒബ്ജക്റ്റീവ് എന്താണ്? ടാക്സേഷൻ എൻകറേജസ് സേവിങ്സ് ആസ് വെൽ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതേപോലെ സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യുക എന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. എങ്ങനെയാണ്? ത്രൂ പ്രോഗ്രസീവ് ടാക്സേഷൻ പോളിസീസ്. അതാത് വർഷം ഓരോ ടാക്സേഷൻ പോളിസികളും പ്രോഗ്രസീവായിട്ടുള്ള പോളിസികളായിരിക്കും. അത് സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു, സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, തേർഡ് ഒബ്ജക്റ്റീവ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത് റവന്യൂ ജനറേഷൻ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ. എന്തൊക്കെ എൻകറേജ് ചെയ്യുകയാണ്? സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റും ടാക്സിനകത്തൊന്ന് എക്സംപ്റ്റ് ചെയ്യാനോ ലീഗൽ ഡിഡക്ഷൻസ് നടത്തിക്കൊണ്ട് ടാക്സിനകത്തുനിന്ന് എക്സംപ്റ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ആ ഒരു ഒബ്ജക്റ്റീവ്, ടാക്സേഷൻ്റെ ഒബ്ജക്റ്റീവ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അതേപോലെ സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഒബ്ജക്റ്റീവാണ്. അടുത്തത് 2 ടൈപ്പ് ടാക്സേഷൻ എന്തൊക്കെയാണ്? നമ്മൾ ഡയറക്റ്റ് ടാക്സേഷനും ഇൻഡയറക്റ്റ് ടാക്സേഷനും 2 ടൈപ്പ് ടാക്സേഷനുണ്ട്. ഡയറക്റ്റ് ടാക്സേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിൽ നിന്ന് നേരിട്ട് ഇൻകം കിട്ടുന്ന ഒരു ഇൻഡിവിജ്വലിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സാണ് ഡയറക്റ്റ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ അവരുടെ ആനുവൽ ഇൻകത്തിൽ നിന്നും അവരുടെ വെൽത്തിൽ നിന്നോ അവരുടെ പ്രൊഫഷണൽ ടാക്സിൽ നിന്നോ ഒക്കെ ലെവി ചെയ്തെടുക്കപ്പെടുന്ന ആ ടാക്സ്, ഡയറക്റ്റായിട്ട് ലെവി ചെയ്തെടുക്കപ്പെടുന്ന ടാക്സാണ് ഡയറക്റ്റ് ടാക്സേഷൻ. ഇതിൻ്റെ ബേർഡൻ മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആണെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസിൽ നിന്നും നമ്മൾ ലെവി ചെയ്യുന്നതാണ്, ഗവൺമെൻറ് ലെവി ചെയ്യുന്നതാണ്. ഇപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് എസെൻഷ്യലി ബേർഡൻ ഷിഫ്റ്റ് ടു കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിലേക്കാണ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഹോൾസെയിൽ
ഹോൾസെയിൽ ആയിട്ടുള്ള ആൾക്കാർ റീറ്റെയിലേഴ്സിന് അത് പാസ് ചെയ്യും, ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും ആ ബേഡ്. അതിൽ നിന്നും എൻ കൺസ്യൂമേഴ്സിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പം ഇത് ഏതൊക്കെയാണ്? അപ്പോൾ GST, കസ്റ്റംസ് ഡ്യൂട്ടി, നേരത്തെ ഉണ്ടായിരുന്ന വാറ്റ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ. ഇപ്പം വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന സാധനം ഇപ്പം ഇല്ല. ആ സംഭവം അതിന് അഗൻസ്റ്റ് ആയിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇന്ത്യയിലാണെങ്കിലോ ഈ രണ്ട് ടാക്സേഷനും, ഡയറക്റ്റ് ടാക്സേഷനും ഇൻഡയറക്റ്റ് ടാക്സേഷനും രണ്ടും കൂടെ ഉള്ള ഒരു മിക്സാണ് ഇവിടെ വരുന്നത്. അപ്പം നാലാമത്തെ കാര്യവും നാലാമത്തെ പോയിന്റും ഡിസ്കസ് ചെയ്ത്. ഫസ്റ്റ് ഡെഫിനേഷൻ, സെക്കൻഡ് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, തേർഡ് വൺ എന്താണ് ഒബ്ജക്റ്റീവ്സ്, ദെൻ രണ്ട് ടൈപ്പ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഒരു അഞ്ചാമത്തെ പോയിൻ്റായിട്ട് ഉദ്ദേശിച്ചത് ലീഗൽ ബേസിസ്. ലീഗൽ ബേസിസിനകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആർട്ടിക്കിൾ 265 എന്താണ് ആർട്ടിക്കിൾ 265 എന്ന് പറഞ്ഞത്? ആർട്ടിക്കിൾ 265 പറഞ്ഞിരിക്കുന്ന സാധനം, നോ ടാക്സ് ഷാൽ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ ദ അതോറിറ്റി ഓഫ് ലോ എന്നുള്ളതാണ് 265 പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഷെഡ്യൂൾ 7 3 ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഷെഡ്യൂൾ 7 ഉള്ള 3 ലിസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 എന്ന് പറയുന്നത് ഇത് രണ്ടും അല്ലാത്ത, അല്ലെങ്കിൽ സ്റ്റേറ്റിനും ഇതിൽ രണ്ടിലും ഉൾപ്പെടാത്ത എൻട്രീസ് സ്റ്റേറ്റിനും അതേപോലെ യൂണിയനും ഒരേ സബ്ജക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ലോ ഇനാക്ട് ചെയ്യപ്പെടാം, സ്റ്റാറ്റ്യൂട്ട് ഇനാക്ട് ചെയ്യാൻ ഉള്ള അവസരമുള്ള എൻട്രീസ് ലിസ്റ്റ് 3ലും, അത് കോൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 കോൺകറന്റ് ലിസ്റ്റ്. ഇതിൽ ടാക്സിൽ ഉള്ള എൻട്രീസ് ഏതൊക്കെയാണ്? 82, 83, 84. ലിസ്റ്റ് 1 82, 83, 84 എന്ന് ഉള്ള എൻട്രീസാണ് ഇതിലെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ്. അപ്പോൾ എൻട്രീസ് 82 എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ടാക്സ് ഓൺ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നതാണ് ലിസ്റ്റ് 82. അതേസമയം ലിസ്റ്റ് 83 എന്താണ്? ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ് ഇൻക്ലൂഡിങ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറയുന്നതാണ് 83 പറയുന്നത്. 84 എന്താണ്? കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി. അപ്പോൾ 82 എന്ന് പറയുന്നത് ടാക്സ്. ജനറലി ടാക്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഇൻകത്തിനകത്ത് വരാത്ത അതർദാനായിട്ടുള്ള ടാക്സാണ്. 82, 83 എന്താണ്? കസ്റ്റംസ്, 84 എക്സൈസ്. അതേസമയം ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? എൻട്രി 46, സ്റ്റേറ്റ് ക്യാൻ ലെവി ടാക്സസ് ഓൺ അഗ്രികൾച്ചർ ഇൻകം, അതേപോലെ ലാൻഡ്, വെഹിക്കിൾസ്, ഇതൊക്കെ പറയുന്നത് ലിസ്റ്റ് 2. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. സിക്സ്ത് പോയിൻ്റായിട്ട് ഇമ്പോർട്ടൻസ്, ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, വെൽഫെയർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ടാക്സേഷൻ്റെ ഈ ഗവേണൻസിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇക്കണോമിക് പ്ലാനിങ്, ഫിനാൻസ് ആക്ട് പ്രകാരവും യൂണിയൻ ബഡ്ജറ്റ് പ്രകാരവും സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ലക്സറി സ്പെൻഡിങ്ങിനെയൊക്കെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടും ഗ്രീൻ എനർജി കൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടും ഒക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ടാക്സേഷൻ ഗവർണൻസ്, ടാക്സേഷൻ ഗവർണൻസ് കൊണ്ട് ഉള്ള പ്രാധാന്യം എന്ന് മനസ്സിലാക്കുക. അതേപോലെ
എന്താണ് നാഷണൽ ഫിസ്ക്കൽ ഓട്ടോണമി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതും ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. ഇനിയും വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പം നമ്മളിവിടെ ആദം സ്മിത്ത് ഒക്കെ അതിന് കാനോൺ എന്നാണ്. പ്രിൻസിപ്പിൾ മീൻസ് കാനോൺ എന്ത് ആദം സ്മിത്തിൻ്റെ കാനോൺ ടാക്സേഷൻ കാനോൺസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. 4 കാനോൺസ് ഉണ്ട്. അപ്പം അതിനകത്ത് എന്താണ് ലീഗാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി, അതിനെപ്പറ്റി ടാക്സേഷൻ കാനോൺസിനെ പറ്റി സെപ്പറേറ്റ് വേറെ ഉണ്ട്. ജസ്റ്റ് ജനറൽ ലോ വ്യൂവിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ലീഗാലിറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് 265. ഇക്വാലിറ്റി ടാക്സ് പേസ് എബിലിറ്റി ടു പേ, അതാണ് ഇക്വാലിറ്റി. സർട്ടൻറ്റി എന്തായാലും ക്ലാരിറ്റി വേണം. ഏതാണ് ലയബിലിറ്റി, എത്രമാത്രമാണ് ഒരാൾക്ക് ഉണ്ടാകുന്ന ലയബിലിറ്റി, ടാക്സിനുള്ള ലയബിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ, ഇതിനൊക്കെ ഒരു സർട്ടൻറ്റി വേണം. ഇനി ഇതിനൊരു ഈസ് ഓഫ് പേയ്മെൻറ്റ്, ഒരു കൺവീനിയൻസ് വേണം. അങ്ങനെ അതാണ് എന്തിനകത്ത് വരുന്നത് അടുത്ത കാനോൺ. ഇപ്പം ഇക്കണോമി എന്ന് പറയുന്നത് ലോ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്ത്, അതായത് കളക്ട് ചെയ്തെടുക്കാൻ ആവശ്യമായി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കളക്ട് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ അപ്പം ഇക്കണോമിക്കലി ബെനിഫിഷ്യൽ അല്ല. അപ്പം അതിൻ്റെ ഇക്കണോമി നോക്കണം. ഇതൊക്കെയാണ് ആദം സ്മിത്ത് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന കാനോൺ, ടാക്സേഷൻ കാനോൺസ് എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ ഈ റീസെൻ്റായിട്ട് ഇതിൽ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 2020 വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഇക്കണോമിക്കലി ബെനിഫിഷ്യൽ ആയിരിക്കണം. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കുമ്പോൾ കളക്ട് ചെയ്യപ്പെട്ട എമൗണ്ടിനെക്കാട്ടിൽ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. അപ്പം ഒരു ഫേസ്ലെസ് അസസ്മെൻറ്റ് സ്കീം, ഹ്യൂമൻ ഇൻ്റർഫറൻസ് ഈ ടാക്സ് സ്ക്രൂട്ടണിയിൽ നിന്നും കഴിവതും ഒഴിവാക്കിക്കൊണ്ട് മെഷീൻ മോണിറ്റേർഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇക്കണോമിക്കലി ബെനിഫിഷ്യലാണ്. പിന്നെ അതേപോലെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഉള്ള ആക്റ്റായിട്ട് എന്താണ് ഡയറക്റ്റ് ടാക്സ് ആക്ട്, വിവാദ് വേഴ്സസ് വിശ്വാസ് ആക്ട് എന്ന് പറഞ്ഞ് അതും, അതേപോലെ ന്യൂ ടാക്സ് റെഷീം എന്ന് പറയുന്നത് സെക്ഷൻ 155 BAC അതും അതിൻ്റെ സ്ലാബിൻ്റെ എണ്ണം കുറച്ച് കൂട്ടിക്കൊണ്ട് ഇനിഷ്യൽ ആയിട്ടുള്ള 5 lakhs എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള ഇനിഷ്യൽ ടാക്സബിൾ ഇൻകം എന്നുള്ളത്. അതിനകത്ത് ഡിഡക്ഷൻസ് ഒക്കെ കുറച്ച് എക്സംപ്റ്റ് ചെയ്തുകൊണ്ട് 7.5 lakhs ആണ് ഇപ്പോഴത്തെ എന്താണ് ടാക്സബിൾ ഇൻകത്തിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ എന്ന് പറയുന്നത് ഒരാൾ ടാക്സ് കൊടുക്കാൻ എന്താണ് ടാക്സ് ഇതിലേക്ക് എൻട്രി വരുന്ന ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 7.5 lakhs. അപ്പോൾ ഡിജിറ്റൽ കംപ്ലയൻസ്, അതേപോലെ ഫയലിംഗ്, പാനും ആധാറും ബാങ്ക് അക്കൗണ്ടും എന്താണ് മ്യൂച്വലി എല്ലാം എന്താണ് കറസ്പോണ്ടിങ്ലി ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ കംപ്ലയൻസും വരുത്താൻ പറ്റും ഗവൺമെൻറ്റിനെ. അതേപോലെ തന്നെ എന്താണ് ഹ്യൂമൻ ഇൻ്റർഫേസ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ എന്താണ് ഇക്കണോമിക്കലായിട്ട്, അതായത് കളക്ട് ചെയ്യപ്പെടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിനെക്കാട്ടിൽ കൂടുതലായി കിട്ടുകയും ചെയ്യും. ഇത്രയാണ് ഇതിൻ്റെ ഇനിഷ്യൽ ടോപ്പിക് എന്നുള്ള രീതിയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ് ടാക്സ്, എന്താണ് ടാക്സിൻ്റെ, എന്താണ് അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയൊക്കെയാണ് പറയുന്നത്, 243 സ്റ്റാറ്റ്യൂട്ട്, 265 എന്ന് പറയുന്നത് 2 + 43 ഡെഫിനിഷൻ ടാക്സ്, 265 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മാനിഫെസ്റ്റേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു,
എന്തൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ്? എൻ്റെ 5 ക്യാരക്ടറിസ്റ്റിക്സ് അതൊന്ന് ഓർക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷൻ എന്ന് നോക്കുക. 2 ടൈപ്പ് ടാക്സേഷൻ എന്താണെന്ന് പറഞ്ഞു, അത് എൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി എൻ്റെ ലീഗൽ ബേസിസും ലിസ്റ്റ് 7th ഷെഡ്യൂളിൽ ഏതൊക്കെ കറസ്പോണ്ടിങ് എൻട്രീസ് ആണ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളത് പറഞ്ഞു. ഇമ്പോർട്ടൻസ് പറഞ്ഞു. പിന്നെ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ കാനോൺസ് ഓൺ ആദം സ്മിത്ത് പറഞ്ഞേക്കുന്നതിനൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അതിൻ്റെ റീസൺ ഡെവലപ്മെൻറ്റ് പറഞ്ഞു. ഇനി ഒന്നോ രണ്ടോ കേസ് എന്താണ്? CIT വേഴ്സസ് കെസോറാം ഇൻഡസ്ട്രീസ് ആൻഡ് കോട്ടൺ മിൽസ് ലിമിറ്റഡ് 1966 എന്ത് ആയിരുന്നു അന്നത്തെ അതിൻ്റെ കേസ് ഇവോൾവ് ചെയ്യാനുണ്ടായ ഫാക്ട്? കെസോറാം ഇൻഡസ്ട്രീസ് ക്ലെയിംഡ് ദാറ്റ് an income tax liability is not a debt since it was not ascertained on the valuation date for wealth purposes. അതൊരു ഡെപ്റ്റ് ആണെന്ന് കണക്കാക്കാൻ പറ്റത്തില്ല. എന്താണ്? ടാക്സ് ലയബിലിറ്റീസ് നോട്ട് എ ഡെപ്റ്റ് സിൻസ് ഇറ്റ് വാസ് നോട്ട് അസർട്ടൺ ഓൺ ദ വാല്യുവേഷൻ ഡേറ്റ് ഫോർ വെൽത്ത് പർപ്പസ് എന്നുള്ളതായിരുന്നു ഫാക്റ്റ്. അവിടെ വന്ന ഇഷ്യൂ എന്താണ്? അവർ ചോദിച്ച ഇഷ്യൂ എന്താണ്? റേസ് ചെയ്ത ഇഷ്യൂ വെദർ എ ടാക്സ് ലയബിലിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഡെപ്റ്റ് ഔട്ട് ബിഫോർ അസസ്മെൻറ്റ് അണ്ടർ വെൽത്ത് ടാക്സ് ആക്ട്. അതായിരുന്നു അവിടുത്തെ ഇഷ്യൂ. ഡിസിഷൻ എന്ത് വന്നു? Supreme Court held that tax is a present liability, though it becomes payable after assessment. Present liability ആണ്, ശേഷമാണ് ഇത് പേയബിൾ ആയിട്ട് വരുന്നത് എന്ന് വന്നാലും ഇറ്റ് ഈസ് എ ഡെപ്റ്റ് ഔട്ട് വിത്തിൻ ദ മീനിങ് ഓഫ് ദ ആക്ട് എന്നുള്ള റേഷ്യോ അല്ല. ഡിസിഷൻ്റെ റീസൺ എന്താണ്? ദ കേസ് ക്ലാരിഫൈഡ് ദാറ്റ് tax is a legal obligation imposed by statute authority and also it is a compulsory exaction of money for public purpose എന്നുള്ളതാണ് അതിനകത്ത് റീസൺ ആയിട്ട് ഇവിടെ സുപ്രീം കോർട്ട് പറഞ്ഞത്. സെക്കൻഡ് കേസ് A.V. Fernandez വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1957. അവിടെ ഫാക്റ്റ് എന്തായിരുന്നു? പെറ്റീഷണർ ചലഞ്ച്ഡ് ദ കേരള General Sales Tax Act, arguing that in the argument tax was imposed without proper legislative competence. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആ ഫാക്റ്റ് അത് അങ്ങനെയല്ല ആ സംഭവം. എന്താണ് 265 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ ഫ്രെയിമിംഗ് ടൈമിൽ തന്നെ ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസ് വന്നതാണ്. അപ്പോൾ ഇഷ്യൂ എന്തായിരുന്നു? വെദർ ദ ആക്ട് വയലേറ്റഡ് ആർട്ടിക്കിൾ 265 ആൻഡ് വാസ് ബിയോണ്ട് ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസ്. തീർച്ചയായും അല്ലല്ലോ. സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് എ ടാക്സ് ഈസ് ഓൺലി ഇമ്പോസ്ഡ് ബൈ എ വാലിഡ് ലോ, ഷുവർ അല്ലേ, ആൻഡ് ഇനാക്റ്റഡ് ബൈ എ കോമ്പറ്റൻറ്റ് ലെജിസ്ലേറ്റർ. ഓക്കെ, ആസ് ദ ആക്ട് വാസ് properly enacted within legislative competence, it was constitutional. കേരള ജനറൽ സെയിൽ ടാക്സ് ആക്ട് എന്ന് പറയുന്നത് പ്രോപ്പർലി എന്താണ് എനാക്റ്റഡ് ആണ്, അതേപോലെ ലെജിസ്ലേറ്റീവ് കോമ്പറ്റൻസും ഉണ്ട്. സോ ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറഞ്ഞത്. എന്താണ് അതിനകത്ത് റേഷ്യോ? റീസൺ എന്തായിരുന്നു? റീഅഫേംഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ അണ്ടർ ആർട്ടിക്കിൾ 265. എന്താണത്? നോ ടാക്സ് ഷാൽ ബി ലെവീഡ് ആഫ്റ്റർ ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ ദ അതോറിറ്റി ഓഫ് ലോ. അതിനുശേഷമായിരുന്നു ഇത് വന്നിട്ടുള്ളത്. 265 ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച സംഭവങ്ങൾ, കൺസെപ്റ്റുകൾ എല്ലാം ക്ലിയർ ആയ എന്ന് വിചാരിക്കുന്നു. Okay, thank you for listening. Thank you for watching. Okay, thank you.